സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട് പാലോടി രവി നടത്തിയ ഫോൺ സംഭാഷണം വിവാദമായതോടെയാണ് DCC പുനഃസംഘടനാ ചർച്ചകൾക്ക് വേഗത കൂടിയത്. കഴിഞ്ഞ ദിവസം KPCC പുനഃസംഘടന സംബന്ധിച്ച് കേരളത്തിലെ നേതാക്കളുമായുള്ള ചർച്ചകൾ പൂർത്തിയായി. സംസ്ഥാനത്തെ നേതാക്കളുമായുള്ള കൂടിയാലോചനകളിലൂടെ തയ്യാറാക്കിയ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറാൻ KPCC അധ്യക്ഷൻ ഓഗസ്റ്റ് 5-ന് ഡൽഹിയിലെത്തും. 2 ദിവസം ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് പട്ടിക പ്രഖ്യാപനത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് ധാരണ. ചർച്ച പൂർത്തിയാകുമ്പോഴേക്കും DCC അധ്യക്ഷ തലത്തിലെ അഴിച്ചുപണി തൃശൂർ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും വേണോ അതോ 9 ജില്ലകളിൽ മതിയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം ഒഴിഞ്ഞിട്ടില്ല. 13 DCC അധ്യക്ഷന്മാരെയും മാറ്റുന്ന ഓപ്ഷനും 9 ജില്ലകളിലെ അധ്യക്ഷന്മാരെ മാറ്റുന്ന ഓപ്ഷനും വെവ്വേറെ തയ്യാറാക്കിക്കൊണ്ട് ഹൈക്കമാൻഡിനെ കാണാനാണ് ആലോചന. മിക്കവാറും 9 DCC അധ്യക്ഷന്മാരെ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ. അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്ന് കോഴിക്കോട് DCC അധ്യക്ഷനായ K പ്രവീൺകുമാറിന് ഉറപ്പ് ലഭിച്ചതായി അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. കോഴിക്കോടിനൊപ്പം മലപ്പുറത്ത് VS ജോയും കണ്ണൂരിൽ മാർട്ടിൻ ജോസഫും എറണാകുളത്ത് മുഹമ്മദ് ഷിയാസും തുടരാനാണ് സാധ്യത. DCC അധ്യക്ഷന്മാരിൽ ഒരാൾ വനിതയും മറ്റൊരാൾ പട്ടികജാതി അഥവാ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നാകണമെന്ന് AICC നിർദ്ദേശിച്ചിട്ടുള്ളത് മാത്രമാണ് 13 DCC അധ്യക്ഷന്മാരെയും മാറ്റാൻ സാധ്യത ഉണ്ടാക്കുന്ന ഘടകം. 9 DCC അധ്യക്ഷന്മാരെ മാത്രം മാറ്റുമ്പോൾ വനിത പിന്നോക്ക സംവരണം പാലിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. എറണാകുളത്ത് VP സജീന്ദ്രനെ ജില്ലാ അധ്യക്ഷനായി പരിഗണിച്ചുകൊണ്ട് പിന്നാക്ക സംവരണം ഉറപ്പാക്കാനാകും. വടക്കൻ ജില്ലകളിൽ നിന്ന് വനിതാ നേതാവിനെ DCC അധ്യക്ഷയാക്കാമെന്നാണ് ആലോചന. നേരത്തെ ബിന്ദു കൃഷ്ണ കൊല്ലം DCC അധ്യക്ഷയായി പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് M വിൻസെന്റ് MLA, കൊല്ലത്ത് CR മഹേഷ്, പാലക്കാട് VT ബൽറാം എന്നിവരെ DCC അധ്യക്ഷന്മാരാക്കുന്നതിനെ കുറിച്ച് ആലോചന നടന്നിരുന്നു. എന്നാൽ ജനപ്രതിനിധികളെ MLA മാരാക്കുമ്പോൾ അവർക്ക് മണ്ഡലം ശ്രദ്ധിക്കാൻ കഴിയുമോ എന്ന് അവർ തന്നെ ആശങ്ക ഉന്നയിച്ചതോടെ നീക്കം ഭാഗികമായിട്ടെങ്കിലും ഉപേക്ഷിച്ചതായാണ് സൂചന. CPM സ്വാധീന മേഖലയായ കോവളത്ത് നിന്ന് ജയിച്ചു വരുന്ന M വിൻസെന്റിന് ഇത്തവണയും അടുത്ത മത്സരം തന്നെ നേരിടേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. CR മഹേഷ് പ്രതിനിധീകരിക്കുന്ന കരുനാഗപ്പള്ളിയും CPM ശക്തിദുർഗമാണ്. തൃത്താല പിടിച്ചെടുക്കാൻ കച്ചുകെട്ടുന്ന VT ബൽറാമിനും അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം DCC അധ്യക്ഷനായി KS ശബരിനാഥിനെ വീണ്ടും സജീവമായി പരിഗണിക്കുന്നുമുണ്ട്. ചെമ്പഴന്തി അനിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നോമിനി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായില്ല എങ്കിൽ KS ശബരിനാഥിന് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം ലഭിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. 5 വൈസ് പ്രസിഡന്റുമാരും 30 KPCC ജനറൽ സെക്രട്ടറിമാരും 60 സെക്രട്ടറിമാരും ട്രഷററുമാരുമെന്ന ഭാരവാഹികളെയാകും പുനഃസംഘടനയിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇപ്പോൾ KPCC സെക്രട്ടറി പദവി നിലവിലില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നേതാക്കളെ ഉൾക്കൊള്ളുന്നതിനായി KPCC സെക്രട്ടറിമാരുടെ എണ്ണം 60-ൽ നിന്ന് 70 വരെയാക്കാനാണ് നിലവിലെ ധാരണ. ഒരു ജനറൽ സെക്രട്ടറിക്ക് 2 സെക്രട്ടറിമാർ എന്ന നിലയിലാണ് അനുപാതമെങ്കിലും തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അതിൽ ബലം പിടിക്കേണ്ടെന്നാണ് നേതൃതലത്തിലുള്ള ധാരണ. AICC നേതൃത്വത്തിന് കൂടുതൽ വെട്ടിത്തിരുത്തലുകൾക്കും മാറ്റങ്ങൾക്കും ഇടം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഓരോ തസ്തികകളിലേക്കും കൃത്യം പേരുമായിട്ടായിരിക്കും KPCC നേതൃത്വം ഹൈക്കമാൻഡിനെ കാണുകയെന്നും സൂചനയുണ്ട്. KPCC ഭാരവാഹിത്വത്തിലേക്ക് സീനിയർ നേതാക്കളെയും പരിഗണിക്കുമെന്നാണ് സൂചന. ഫോൺ സംഭാഷണം ചോർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്ന പാലോടി രവി, മുൻ MLA T ശരത്ചന്ദ്ര പ്രസാദ്, അജയ് തറയിൽ, ജോസഫ് വാഴക്കൻ തുടങ്ങിയവർ KPCC ജനറൽ സെക്രട്ടറിമാരായിരിക്കും. ഭാരവാഹിത്വത്തിൽ പ്രകടനം മോശമാണെന്ന വിലയിരുത്തലുള്ള മരിയാപുരം ശ്രീകുമാർ, GS ബാബു, MJ ജോബ്, ജോസി സെബാസ്റ്റ്യൻ, സോണി സെബാസ്റ്റ്യൻ, G സുബോധനൻ എന്നിവരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയേക്കാനും സാധ്യതയുണ്ട്. ജ്യോതികുമാർ ചാമക്കാല KPCC ട്രഷററാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുമുണ്ട്. രമേശ് ചെന്നിത്തല ഗ്രൂപ്പുകാരനായ ചാമക്കാലയോട് മറ്റ് നേതാക്കൾക്കും താല്പര്യം തന്നെയാണ്.